എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ താടിക്കാരനും ചുന്ദരം പൈലറ്റും രണ്ടുപേരും അത് ലൂസിയല്ല ലൂഫിയാണെന്ന് മനസ്സിലാക്കും. താടിക്കാരൻ അപ്പാപ്പൻ ആള് ദേഷ്യപ്പെട്ട് പറയും, നീ ഇത് കണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് നിന്റെ ഗ്രാൻഡ് പാ അയാൾ തന്ന സമ്മാനമാണ് എന്റെ തലയിൽ. അയാളെന്ന് എന്നോട് എന്തൊക്കെ ചെയ്തോ അത് മുഴുവൻ ഇവിടെ വെച്ച് ഞാൻ നിന്നോട് ചെയ്യും. ഇതെനിക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ ആ ചുന്ദരം പൈലറ്റ് അവൻ പല്ല് കടിക്കും. അപ്പൊ നീ ഇത്ര നേരവും എന്നെയും പറ്റിക്കായിരുന്നല്ലേ? ലൂസി എന്ന കള്ളപ്പേരിൽ നീ ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ തള്ളിമറിച്ചു. നിന്നെ കയ്യിൽ കിട്ടാനാണ് ഞാനും കാത്തിരുന്നത്. ലൂഫിക്കാണെങ്കിൽ എന്താ ചെയ്യട്ടെന്നറിയില്ല. അയ്യോ ഇല്ല ഞാൻ ലൂഫി അല്ല എന്ന് പറഞ്ഞ് അതേ നാവുകൊണ്ട് ആ അപ്പാപ്പനോട് പറയും, ഗ്രാൻഡ് പാ നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികാരവും പകരം ചോദിക്കലോ ഒക്കെ അദ്ദേഹത്തോട് ചെയ്യണം. എന്നോട് സംസാരിക്കാനോ പകരം വീട്ടാനോ വരാൻ പാടില്ല. ലൂഫി ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോഴേക്കും ആ അപ്പാപ്പൻ ആളുകളുടെ തല വെച്ച് ഞെട്ടിക്കും. ലൂഫി സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിച്ച് ജസ്റ്റ് മിസ്സിന് ചാടി ഓടും. അപ്പാപ്പന്റെ തലയാണെങ്കിൽ മണ്ണിൽ പോഴ്ന്നു പോവാണ്. ആ ചുന്ദരം പൈലറ്റ് ലൂഫിയെ വിടാതെ പിടിച്ച് അവന്റെ താടിയിലും മീശയിലും പിടിച്ചു വലിക്കും. ഇവൻ യഥാർത്ഥ ലൂഫിയാണോ എന്നറിയാനാണ് അവന്റെ ശ്രമം. അപ്പാപ്പനാണെങ്കിൽ തലയൊക്കെ വലിച്ചൂരി വീണ്ടും ലൂഫിയെ ഇടിക്കാനായിട്ട് വരും. ഈ ഒരു അപ്പാപ്പന് 500 മില്യൺ ബെറി ബൗണ്ടി ഉണ്ട്. ചുന്ദരം പൈലറ്റ് ആണെങ്കിൽ അവന്റെ പളവള മിന്നുന്ന സ്ക്വാഡ് പുറത്തെടുക്കും. ഇതും ഒരു ലെജൻഡറി വാളാണ്. ഈ താടിക്കാരൻ അപ്പാപ്പ നിങ്ങൾ മാറി നിൽക്ക്. ആ സ്ട്രോ ഹാറ്റ് ലൂഫി അവൻ എന്റെ സ്വന്തമാണ്. അപ്പാപ്പനാണെങ്കിൽ കൺട്രോൾ പോയി ആദ്യം ആ ചുന്ദര പൈലറ്റിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് വെച്ച് ആളുടെ തലയിൽ ആഞ്ഞു കുത്തും. പക്ഷെ ആൾക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അവന്റെ വാള് അതാളുടെ തലയുടെ പ്രഷർ കൊണ്ട് പതിയെ വളയാണ്. അപ്പാപ്പൻ ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലാക്കിയ ചുന്ദരം പൈലറ്റും അവനും ഇപ്പൊ ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. അപ്പാപ്പൻ രണ്ടുപേരെയും കൈയും കാലും നഖവും ഒക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കൺട്രോൾ പോയ ലൂഫി ആണെങ്കിൽ എടുത്ത് ചാടി ആ ഗ്രാൻഡ് പേയുടെ തലയ്ക്ക് ആഞ്ഞൊരിട്ടി. അപ്പാപ്പന്റെ തല അത് നിലത്ത് പോയി ഇട്ടിക്കും. ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും അതുകൊണ്ട് ഒരു സെക്കൻഡ് ഫ്രീസായി പോവാണ്. ലൂഫി കരുതും അവന്റെ അറ്റാക്കില് അപ്പാപ്പന്റെ തല അത് പിളർന്നു പോയെന്ന്. പക്ഷെ അപ്പാപ്പന്റെ തലയ്ക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. പക്ഷെ എന്താ ആൾക്കിപ്പോ ചെറുതായിട്ട് തലയ്ക്ക് വേദനയൊക്കെ തുടങ്ങും. അപ്പാപ്പന് കരുതിയത് ലൂഫിയും ആ ചുന്ദരം പൈലറ്റും രണ്ടുപേരും ചെറിയ പൊടി പയ്യന്മാരായതുകൊണ്ട് തന്നെ ഈസിയിൽ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ്. ലൂഫിയുടെ യഥാർത്ഥ പവർ കണ്ട് അപ്പാപ്പനിപ്പോ കുറച്ച് ടെൻഷനാവും. അതിനുശേഷം വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് വീണ്ടും ലൂഫി അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. ചുന്ദരം പൈലറ്റും ഇപ്പൊ ലൂഫിയുടെ പവർ എന്താണെന്ന് തിരിച്ചറിഞ്ഞു. ഒരു ഡീമന്റെ മകനായിട്ട് ജനിച്ച് മറ്റുള്ളവരുടെ സൗര്യം കെടുത്തി എന്റെ പോപ്പുലാരിറ്റിയും എന്റെ ഫെയിമും ഒക്കെ തന്നെ കവർന്നെടുത്ത് എന്റെ മുൻപിൽ തന്നെ ഡ്രാമ കളിക്കാൻ നിനക്കൊരു നാണവും ഇല്ലേ? എന്റെ സ്ക്വാഡിന്റെ മൂർച്ച അത് നീ അറിയും. ലൂഫി ആണെങ്കിൽ അപ്പോഴും ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ വെച്ചു കൊടുക്കും. സത്യത്തില് ഞാൻ ലൂഫി ഒന്നും അല്ല, എന്റെ പേര് ലൂസി എന്നാണ്. ഇവിടെ അപ്പാപ്പൻ അതവിളകിയ വിത്തുകാളെ പോലെ പാഞ്ഞടുക്കും. ഉടനെ ആളുടെ അസിസ്റ്റൻസ് ഇപ്പൊ അപ്പാപ്പനെ പിടിച്ചു വെക്കുകയാണ്. മാസ്റ്റർ നിങ്ങൾ എന്തായി ചെയ്യണേ? എങ്ങനെ ഫൈറ്റ് ഉണ്ടാക്കിയ നമ്മളെ എല്ലാവരെയും ഈ മത്സരത്തിൽ നിന്ന് ഇവർ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഉടനെ ഈ ബഹളമൊക്കെ കേട്ട് ആ പ്രോഗ്രാം ഓർഗനൈസേഴ്സ് അവരിപ്പോ അവിടേക്ക് കടന്നു വരികയാണ്. എല്ലാവരുടെയും ശ്രദ്ധ തെറ്റിയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ചക്കൻ ലൂഫി അവൻ നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവും. പക്ഷെ ചുന്ദരം പൈലറ്റ് മാത്രം അവനെ വിടാൻ തയ്യാറാവില്ല. ഹേയ് ലൂഫി, മര്യാദയ്ക്ക് അവിടെ നിൽക്കാൻ പറഞ്ഞ് അവന്റെ പിന്നാലെ ഓടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലൂഫി അവനാണെങ്കിൽ ഒരു ജനലിൽ തൂങ്ങിക്കിടക്കുകയാണ്. ആരുടെ ശ്രദ്ധയിൽ പെടാതെ അങ്ങനെ മറഞ്ഞു നിൽക്കും. ഇവിടെ ബ്ലോക്ക് ബിയിലെ ഫൈറ്റ് അത് ഓരോ നിമിഷം കഴിയും തോറും ഇൻട്രസ്റ്റിംഗ് ആവുകയാണ്. മാത്രമല്ല 70 പേര് മാത്രമാണ് ബാക്കിയായിട്ട് അവശേഷിക്കുന്നത്. റിങ്ങിലാണെങ്കിൽ ഒരു ഫിഷ്മാന് തുടർച്ചയായി 17 പേരെ കൊന്നു തള്ളി അവസാനമായിട്ടൊരു തടിയനെയും ഒറ്റ പഞ്ചില് ദൂരേക്ക് തെറിപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ റിക്കി ഗ്ലാഡിയേറ്റർ അവനും നിർത്താതെ ഒരുപാട് പേരെ തല്ലിക്കൊല്ലുകയാണ്. ുള്ളവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇത്രയും പവർഫുൾ ആയ ഒരു ഗ്ലാഡിയേറ്ററിനെ അവരാരും തന്നെ കണ്ടിട്ടില്ല. രണ്ടുപേരാണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് എടുത്തു ചാടും. അവൻ നൈസായിട്ട് വെട്ടിത്തിരിഞ്ഞ് കറങ്ങി വന്ന് രണ്ടാളെയും 4 പീസാക്കി താഴെയിടും. ചുറ്റുമുള്ള കാണികൾക്കിടയിലും ഭയങ്കര അത്ഭുതം. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലാഡിയേറ്ററിനെ അവർ കണ്ടിട്ടില്ല. മാത്രമല്ല സാധാരണ ഗ്ലാഡിയേറ്റേഴ്സിനെ പോലെ അവൻ വാളും പരിചയം ഒന്നും യൂസ് ചെയ്തല്ല അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ ഗ്ലാഡിയേറ്ററിനെ കാണിക്കും. ക്യാമറ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ 70 പേരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പൊതിരെ തല്ല്. ആ കിങ്ങിന് ചുറ്റുമുള്ള സോൾജേഴ്സിനെ ഒരുപാട് പേര് തല്ലി താഴെയിട്ടുകൊണ്ടിരിക്കുകയാണ്. കപ്പടമീശക്കാരനാണെങ്കിൽ അതുകൊണ്ട് ടെൻഷനാവും. നിങ്ങൾ എന്തായി ചെയ്യണേ? മര്യാദയ്ക്ക് ഫൈറ്റ് ചെയ്യ്. എങ്ങനെയെങ്കിലും നമ്മുടെ കിങ്ങിനെ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യണം. അവരുടെ കയ്യിൽ ഒരായുധം പോലും ഇല്ല. എന്നിട്ടും അവർ എന്ത് പവർഫുൾ ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ തന്നെ തിരികെ അവരെ അറ്റാക്ക് ചെയ്യ്.
ആക്ച്വലി ആ കിങ്ങിന്റെ സോൾജിയേഴ്സിനെ എല്ലാവരെയും അട്ടിച്ച് തൂഫാനാക്കിയത് അത് ഈ നീല തലയനാണ്. അവനാണെങ്കിൽ നല്ല ഹൈറ്റ് ആണ്. അവനിപ്പോ ബാക്കിയുള്ളവരെയും അവന്റെ അടുത്തേക്ക് വിളിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യും. എന്റെ ഫൈറ്റിംഗ് സ്കില്ലിന്റെ മുൻപിൽ നിങ്ങൾ ഒന്നുമല്ല. കമോൺ കമോൺ, അവനെ വിടാൻ പാടില്ല. നമ്മുടെ പവർ എന്താണെന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് 3 പേര് അവനെ അടിക്കാനായിട്ട് ഓടി അടുക്കാണ്. അവൻ സിമ്പിളായിട്ട് അവന്റെ കാല് വെച്ച് 4 ആക്ഷൻ ഇടും. ആ 4 ആക്ഷനിൽ അവറ്റകൾ 3 പേരും 3 ഭാഗത്തേക്ക് തെറിച്ചു പോയി വീഴാണ്. നീലത്തലയനാണെങ്കിൽ ഇപ്പൊ കപ്പടാ മീശക്കാരനെ വെല്ലുവിളിക്കും. നിങ്ങളെപ്പോലുള്ള പവർ ഇല്ലാത്ത സോൾജിയേഴ്സിനെ കൊണ്ടൊന്നും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കപ്പടാ മീശക്കാരനാണെങ്കിൽ ഒരു കത്തിയൊക്കെ എടുത്ത് കളത്തിലിറങ്ങാണ്. ഇനി വേറെ വഴിയില്ല. ഞാൻ ഇവനെ അറ്റാക്ക് ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് ക്യാഷ് തരാൻ ആ കിങ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവൻ പതിയെ നടന്നെടുക്കും. അപ്പോഴായിരിക്കും ആ നീലമുടിക്കാരന്റെ തൊട്ടു പുറകിലായിട്ട് ആ ഗ്ലാഡിയേറ്റർ അവനിപ്പോ വമ്പൻ ആക്ഷനും സ്ക്വാഡും ഒക്കെ എടുത്ത് അവനെ വെട്ടാൻ തയ്യാറാവും. അങ്ങനെ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ ഇവിടെ തയ്യാറാവും. മറ്റൊരു ഭാഗത്ത് ആ ജയന്റും ആ ചെയിൻ ഹാമർ വെച്ച് അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു സോൾജിയറും അവർ രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവനാണെങ്കിൽ ആ ഒരു ഹാമർ പിടിച്ചു വെക്കും. ഉടനെ തൊട്ടു പുറകിൽ നിന്ന് വന്ന വേറൊരുത്തൻ അവൻ സ്ക്വാഡ് വെച്ച് വെട്ടി ആ ഹാമർമാനെ അങ്ങനെ താഴെ ഇടുകയാണ്. ചോര തുളുമ്പി അവൻ ഒരുപാട് വേദനയിൽ താഴേക്ക് വീഴും. അങ്ങനെ ഒരുപാട് സമയത്തിനൊടുവിൽ 100 പേരോളം ഇപ്പൊ തോറ്റു മടങ്ങിയിരിക്കുകയാണ്. ഈ 30 പേര് മാത്രമാണ് അവശേഷിക്കുക. ഇവിടെ കിങ് ആണെങ്കിൽ നിർത്താതെ മണിക്കൂറുകളോളം വാമപ്പ് എടുത്തുകൊണ്ടേയിരിക്കും. ആ ഒരൊറ്റ പഞ്ച് അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിന്റെ സോൾജിയേഴ്സും വെയിറ്റ് ചെയ്യുന്നത്. കപ്പട മീശക്കാരനാണെങ്കിൽ സ്ക്വാഡൊക്കെ എടുത്ത് ഫ്രണ്ടിൽ തന്നെ നിൽക്കും. എന്റെ ജീവൻ പോയാലും ഇദ്ദേഹത്തെ തൊടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. എനിക്ക് ക്യാഷ് ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ക്യാഷ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവനവന്റെ മീശയൊക്കെ പിരിച്ച് മറ്റുള്ളവരെ എല്ലാവരെയും നോക്കി പേടിപ്പിക്കും. ബലമിക്കാണെങ്കിൽ അവറ്റകളെ ഒന്നും കണ്ട് ഒരു പേടിയുമില്ല. അവൻ ഓരോരുത്തരായിട്ട് പിടിച്ചു വലിച്ച് കഴുത്തൊടിച്ചും കാലും കൈയും തല്ലി ഒടിച്ചും ഒക്കെ ദൂരേക്ക് തെറിപ്പിച്ച് ആ കിങ്ങിനെ ലക്ഷ്യമാക്കി മുൻപോട്ടേക്ക് അടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ ഗ്ലാഡിയേറ്ററും നീലത്തലയനും അവർ രണ്ടുപേരും പൊരിഞ്ഞ ഫൈറ്റ്. ഇവിടെ ഫിഷ്മാൻ ആണെങ്കിൽ ഒരുപാട് സമയമായി നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മത്സരം ഇപ്പോ വേറെ ലെവലിൽ മുൻപോട്ടേക്ക് പോവാണ്. ഉടനെ ജനങ്ങളാണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങും. മറ്റൊന്നുമല്ല, ആ പച്ചമുടിയൻ അവൻ മണിക്കൂറുകൾ നീണ്ട ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എഴുന്നേറ്റ് വന്ന് എല്ലാവരുടെയും മുൻപിൽ ഒന്നിന് പോവാണ്. അവന്റെ ചുക്കാമണി ചെത്തിക്കള, അവന് ഒരു കാരണവശാലും അവിടെ നിർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങള് നിലവിളിക്കും. ഉടനെ ആ ഫിഷ്മാൻ വാരിയർ ആണെങ്കിൽ അവന്റെ തൊട്ട് പിന്നിൽ വരും. ഇത്രയും നേരവും നീ ഫൈറ്റ് ചെയ്യാതെ സുഖിച്ചു നിൽക്കുകയായിരുന്നല്ലേ, ഇപ്പൊ കാണിച്ച വൃത്തികേടിനടക്കം നിനക്കുള്ള പണിഷ്മെന്റ് ഞാൻ തരാൻ പോവാന്ന് പറയും. പച്ചത്തലേനാണെങ്കിൽ ഒന്ന് ഞെട്ടും. കാരണം അവന്റെ ആ പ്രോസസ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. മാത്രമല്ല അവൻ ഫൈറ്റ് ചെയ്യാൻ പ്രിപ്പയർ ആയിട്ടുമില്ല. ഫിഷ്മാൻ ആണെങ്കിൽ കൈ ചുരുട്ടി ഒരൊറ്റ അടി, ചോര തുളുമ്പി അവൻ തെറിച്ചു പോവും. അവന്റെ കാറ്റ് പോയെന്ന് കരുതി ജനങ്ങളെല്ലാവരും കൈയൊക്കെ ഉയർത്തും. പക്ഷെ അടുത്ത നിമിഷം അവരെ ഡിസപ്പോയിന്റ് ചെയ്യിപ്പിച്ച് ആ പച്ചത്തലേനെ കാണിക്കും. അവൻ മുകളിലേക്ക് പോയതുപോലെ തന്നെ താഴേക്ക് വന്ന് വീണ്ടും ഒന്നിന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവന് യാതൊരു കുഴപ്പമില്ല. ആക്ച്വലി ആ ഇടിച്ച ഫിഷ്മാന്റെ കൈ അത് തകർന്നാണ് ബ്ലഡ് പുറത്തേക്ക് വന്നത്. ഈ കാഴ്ച കണ്ട് ജനങ്ങളും ആ ഫിഷ്മാനും എല്ലാവരും ഷോക്കാവും. അവൻ മനുഷ്യനാണോ ഇരുമ്പാണോ, ഇവിടെ എന്താ സംഭവിക്കണേന്നൊക്കെ ചിന്തിച്ച് അവർ വണ്ടറടിക്കുമ്പോൾ അവനാണെങ്കിൽ അവന്റെ പല്ലൊക്കെ കാണിച്ച് ഇളിച്ചു നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.